ഇത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ദിനം. ആ വേട്ടക്കാരനായ ആദിമ മനുഷ്യൻ ഒരു നായാട്ടുപകരണം നിർമ്മിക്കുകയാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കും ആ ഭീമൻ ആനയെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. കിട്ടിയ പാറക്കഷണങ്ങളെ ഉരസി മിനുക്കി തന്റെ ലക്ഷ്യത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് അയാൾ. ഒഴുകുന്ന വിയർപ്പിന്റെ ഉപ്പും ഇടറുന്ന ഖണ്ഡത്തിൻ ഗദ്ഗതവും ആ ഉരസലിൽ പ്രകടമാണ്. പെട്ടെന്നാണ് ആ പാറയിൽ നിന്ന് ഒരു തീപ്പൊരി തേനീച്ച കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് സഹൈകെട്ടിറങ്ങുന്ന തേനീച്ച ഭടനെ പോലെ വായുവിൽ മിന്നിത്തിളങ്ങി ആ ഉണക്കപ്പുൽ കൂട്ടത്തിൽ വന്നു പതിച്ചത്. പിന്നീട് അത് മാറുകയായിരുന്നു ഒരു മഹാനാശിനിയായി. ഇവിടെ ജനിക്കുകയാണ് ആ അമരരായ മഹാശക്തിശാലികൾ. അത്ഭുതത്തിൽ നിന്ന് ദൈവവും സംശയത്തിൽ നിന്ന് ശാസ്ത്രവും. കത്തോലിക്ക സഭയുടെ കരിങ്കൽ കൊട്ടാരങ്ങൾക്കിടയിലൂടെ ഗിയോർദാനോ ബ്രൂണോ നീങ്ങി. റോമൻ വെയിൽ അയാളുടെ ചങ്ങലകളിൽ തിളങ്ങി. ചുറ്റുപാടും ജനങ്ങൾ കൂവുന്നു. അവർ കണ്ടത് വിപ്ലവകാരിയായ ഒരു തത്വചിന്തകനെയല്ല, മറിച്ച് ദൈവനിന്ദയുടെ അടയാളമാണ്. ബ്രൂണോയുടെ കുറ്റം ലളിതമായിരുന്നു. ഭൂമിയല്ല, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നുള്ള വിശ്വാസം. സഭയുടെ പുസ്തകങ്ങൾ പറഞ്ഞതനുസരിച്ച് ഭൂമിയാണ് സർവ്വതിൻ്റെയും കേന്ദ്രം. ദൈവം സൃഷ്ടിച്ചത് ഭൂമിയെ മധ്യത്തിൽ വെച്ചാണ്. ബ്രൂണോയുടെ ആശയങ്ങൾ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. ദൈവത്തിന്റെ ക്രമത്തെ തെറ്റായി പ്രതിനിധാനം ചെയ്തു എന്നതായിരുന്നു ഇവരുടെ കുറ്റാരോപണം. വർഷങ്ങളോളം നീണ്ടുനിന്ന ജയിൽവാസത്തിലും ചോദ്യം ചെയ്യലിലും അയാൾ തളർന്നില്ല. അന്തിമ വിധി ദിവസം ക്യാമ്പോ ഡി ഫ്ലോറിയിലേക്ക് ഇതാ അയാൾ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിജാലകൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വിഴുങ്ങി. എരിഞ്ഞുകൊള്ളുന്ന വേദനകൾക്കിടയിലും ബ്രൂണോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വിധിയിൽ നിങ്ങൾ കാണിക്കുന്ന ഭയത്തേക്കാൾ വലുതാണ് സത്യം പറയുമ്പോൾ എനിക്കുള്ള ധൈര്യം. അജ്ഞാനതകൾക്ക് സംശയമുണ്ടാക്കുന്നതിലുമുപരി അത്ഭുതമുളവാക്കാനുള്ള കഴിവായിരുന്നു കൂടുതലെന്ന വാസ്തവം ഇവിടെ പ്രതിധ്വനിച്ചു. ആ ഓളം മനുഷ്യരാശിയുടെ പുതിയ തിരയായി. മനുഷ്യ വികസനം പ്രക്ഷുബ്ധമായ ഒരു കടലും. നായാട്ടും മറ്റുമായി അലഞ്ഞുതിരിഞ്ഞ മനുഷ്യർ എന്നാണ് ഒരു സമൂഹ ജീവിയായി മാറുന്നതിന്റെ യവനിക ഉയർത്തിയത്. അന്ന് അവർ ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കി. സംഘങ്ങൾ ഗോത്രങ്ങളായി. ഗോത്രത്തിന്റെ നിലനിൽപ്പിനായി അവർ നിയമങ്ങൾ നിർമ്മിച്ചു. നിയമങ്ങൾക്ക് അടിസ്ഥാനം സാങ്കല്പിക ശക്തികളായി. അഗ്നിയും കാറ്റും ജലവും ഭൂമിയും ആരാധനാ മൂർത്തികളായി. എന്നാൽ ഗോത്രം വിപുലമാവുന്നതോടെ അവ വികസിച്ച് അമാനുഷിക ശക്തിയുള്ള നായകനായി. വിഗ്രഹാരാധനയായി. ദൈവവും പിശാചുക്കളും ജീവിതത്തിന് അടിസ്ഥാനവും താളവുമായി മാറി. എന്നാൽ ആയിരക്കണക്കിന് ഗോത്രങ്ങൾ ഇതോടകം ഭൂമിയുടെ പല ഭാഗത്തായി വ്യാപിച്ചു തുടങ്ങിയിരുന്നു. പല പല തത്വങ്ങളും ദൈവങ്ങളും രീതികളും സംസ്കാരവും പൊന്തിവന്നു. അവസാനം ശക്തിക്ക് വേണ്ടിയുള്ള തീരാ യുദ്ധങ്ങളിൽ ഇവ കലാശിച്ചു. തന്റെ ദൈവം എല്ലാത്തിനേക്കാൾ ശക്തമാണ് എന്ന നിലപാട് ലോകം മുഴുവൻ തന്റെ വിശ്വാസത്തിന് അധിഷ്ഠിതമായിരിക്കണം എന്ന സ്വാർത്ഥതയ്ക്ക് പോഷകങ്ങൾ നൽകി. യുദ്ധം നടത്തി സംസ്കാരങ്ങൾ പ്രചരിപ്പിച്ച് ഗോത്രങ്ങൾ സാമ്രാജ്യങ്ങളായി. അതെ, ഇവിടെയാണ് എല്ലാം കൊഴുക്കുന്നത്. ദൈവങ്ങൾ മതങ്ങളാവുന്നത്, മതങ്ങൾ വർഗീയതയാവുന്നത്. എന്നാൽ ഇത്രയും കാലം ഊമയായിരുന്ന ശാസ്ത്രത്തിന് ഇവിടെ ഒരു പുനർജീവൻ ലഭിച്ചു. സാമ്രാജ്യത്തിനടുത്ത മതപണ്ഡിതന്മാരുടെ ലിഖിതവും അലിഖിതവുമായ തത്വങ്ങളായിരുന്നുവെങ്കിലും രാജസദസ്സിൽ ഗവേഷകർക്ക് സ്ഥാനം ലഭിച്ചു. കാരണം ശാസ്ത്രം അവരുടെ പല പ്രതിസന്ധികൾക്കും ഉത്തരമായി മാറി. ഉത്തരമില്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മതവും.
എന്നാൽ മതത്തെ വെല്ലാൻ ശാസ്ത്രം ശക്തനായിരുന്നില്ല. സാങ്കല്പികത യാഥാർത്ഥ്യത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന കാലമായിരുന്നു അത്. അഥവാ ശാസ്ത്രം തൻ ചങ്ങലകൾ പൊട്ടിച്ചുയരാൻ ശ്രമിച്ചാൽ പിടയും ജീവൻ. ഗ്യോർദാനോ ബ്രൂണോയെപ്പോലെ, ഗലീലിയോയെപ്പോലെ, അങ്ങനെ നിരവധി അനവധി ഇരുളിമയിൽ തൻ പ്രകാശം വിരിക്കാൻ മുതിർന്ന പല മിന്നാമിനുങ്ങുകളും അന്ധകാരത്തിനട്ടഹാസത്തിൽ വീണുപിടഞ്ഞു. ദൈവമെന്ന ചിന്ത ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ മതമെന്ന ചിന്ത പകലുറങ്ങുന്ന വെളിച്ചം കാണാത്ത വാവലും. പിന്നെ വർഗീയത സർവ വിനാശകാരണിയും. എന്നാൽ എല്ലാ നായയ്ക്കും വരുമൊരു കാലം. കാലചക്രമന്ന് പുതിയ ചരിത്രത്തിൻ താളുകൾ തുറക്കും. വിടർന്ന പൂക്കൾ ചൊങ്ങും, പുതിയ പൂമൊട്ടുകൾ വിരിയിക്കും തന്നിതളുകൾ. മതത്തിന് ശാസ്ത്രത്തെ വെല്ലാൻ കഴിയില്ലെങ്കിൽ ശാസ്ത്രം ഒരു പുതിയ മതമാവും. ആയി അങ്ങ് യൂറോപ്പിൽ. നെഞ്ചിലെറിയുന്നു എന്നീണം ശാസ്ത്രം, നീയാണ് എന്റെ തുടിത്തളം ഗാത്രം. വേറൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം, തുടരാൻ ഞാൻ ഈ ശാസ്ത്രം അതൊരു ഗോത്രം. ചരിത്രയവനികൾക്കപ്പുറമുള്ള പാത്രം, സത്യ നന്മ ധൈര്യം തുള്ളും വിടുന്ന ക്ഷേത്രം. സത്യമറിയുവാനായുള്ള നന്മയാത്ര, അന്ധകാരങ്ങളുടെ അന്ധകാരം തീർക്കാം. യൂറോപ്പിൽ പല സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും അവിടെ പല മതങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ മിക്ക യൂറോപ്യൻ സാമ്രാജ്യങ്ങളുടെയും അടിസ്ഥാന തത്വം ശാസ്ത്രീയമായിരുന്നു. തങ്ങൾക്കെല്ലാം അറിയാം, എല്ലാത്തിനും ഉത്തരം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന മതത്തിൻ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിരുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, അതറിയാനാണ് ഞങ്ങളുടെ പ്രയത്നം എന്ന അടിസ്ഥാന തത്വം. ഇതാണ് ശാസ്ത്രം നൽകിയത്. പിന്നെ നടന്നത് ചരിത്രം. ജനിച്ചു കമ്പോളവും റിസർച്ചും ക്യാപിറ്റലിസവും കൊളോണിയലിസവും കോളനിയും സ്വാതന്ത്ര്യവും മാനുഷിക മൂല്യങ്ങളും ഭരണഘടനയും ഒക്കെ. മതത്തിന് അനുയായികളെ അടക്കി വാഴ്ന്നു യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ നൂറ്റാണ്ടുകളോളം. എന്നാൽ മതമഴിച്ചുവിട്ട വർഗീയത ശാസ്ത്രത്തെ ഉപയോഗിച്ച് നടത്തിയ കോലാഹലങ്ങളുടെ ഭവിഷ്യത്ത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യരും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. കാരണം ശാസ്ത്രം മനുഷ്യന് നൽകി എല്ലാം. ഒരിക്കലും തകർക്കാനാവാത്തതല്ല, പുതുക്കാനാവാത്തതല്ല ഒരു സിദ്ധാന്തവും എന്ന മഹാസന്ദേശം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു. Question everything and take only reasonable result എന്ന വാക്യം ലോകത്തിന് ഇരമ്പലായി. ലോകസമാധാനത്തെ, നാം ഒന്നാണെന്ന വികാരത്തെ ഊട്ടിയുറപ്പിച്ചതിൽ ശാസ്ത്രത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇന്നും വർഗീയത നിലനിൽക്കുന്നു, അതിന്റെ ചെറിയ ശകലങ്ങളായി. ഇതിനെ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ മാത്രമാണ്. നെഞ്ചിലെറിയുന്നു എന്നീണം ശാസ്ത്രം, നീയാണ് എന്റെ തുടിത്തളം ഗാത്രം. വേറൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം, തുടരാൻ ഞാൻ ഈ ശാസ്ത്രം അതൊരു ഗോത്രം. ചരിത്രയവനികൾക്കപ്പുറമുള്ള പാത്രം, സത്യ നന്മ ധൈര്യം തുള്ളും വിടുന്ന ക്ഷേത്രം. സത്യമറിയുവാനായുള്ള നന്മയാത്ര, അന്ധകാരങ്ങളുടെ അന്ധകാരം തീർക്കാം.